ബൈബിൾ പഠനവും വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും തിരുവനന്തപുരത്ത് ജനുവരി 16-17 വെള്ളി ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, ജവഹർ ബാലഭവന് എതിർവശം, വെള്ളയമ്പലം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് പാപ്പനംകോട്ട്. സത്യൻ നഗർ കൺവെൻഷൻ, സത്യൻ നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം. ജനുവരി 15 മുതൽ 18 വരെ. അടുത്ത വ്യാഴം, വെള്ളി, ശനി, ഞായർ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മുതൽ. നവകീർത്തനം ഇനി എന്നുമേ നിറയുന്ന ഹൃദയമാകെ നന്ദിയാശുനാഥൻ ശാപമാകെ ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ജീവിത വിജയത്തിനും അവകാശികളാണ്. സർവശക്തനായ ദൈവം തന്നിൽ വിശ്വസിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സകല നന്മകൾക്കും അവകാശികളാക്കി മാറ്റിയിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ സകല നന്മകളും അവകാശങ്ങളും നമുക്ക് അവകാശമായി ലഭിക്കുകയാണ് ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ക്രിസ്തു യേശു മുഖാന്തരം നമ്മിലേക്ക് പകരപ്പെടുന്നു എന്ന് ദൈവവചനം പറയുന്നു. കൂടാതെ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാം എല്ലാവരും അനുഗ്രഹങ്ങൾ അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സകല നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരുടെയും അവകാശമായി മാറുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഇന്ന് ഏതൊരു വ്യക്തി യേശുവിൽ ആശ്രയിക്കുന്നുവോ, ഏതൊരു വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, ആ വ്യക്തിയുടെ കയ്യെത്തും ദൂരത്താ അനുഗ്രഹങ്ങളും നന്മകളും. കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പത്തനാപുരത്ത് നടത്തിയ TV പ്രേക്ഷക മീറ്റിങ്ങിൽ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ നിങ്ങൾ ആ സന്ദേശം കേൾക്കുകയാണെങ്കിൽ ഈ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് എങ്ങനെ പ്രാപിക്കാം, അവകാശമായത് എങ്ങനെ നമുക്ക് അനുഭവിക്കാം എന്ന് നമുക്ക് മനസ്സിലാകും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ സന്ദേശത്തിലേക്ക് കടക്കാം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം എൻ്റെ അവകാശം. ഒന്നുകൂടെ പറയാമോ? അനുഗ്രഹം എൻ്റെ അവകാശം, വിടുതൽ എൻ്റെ അവകാശം, സ്വർഗം എൻ്റെ അവകാശം, പാപമോചനം എൻ്റെ അവകാശം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ പലപ്പോഴും രോഗസൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും നമ്മൾ ചെയ്യുന്ന എന്തിൻ്റെയോ ഒരു കൂലിയായിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. വിശ്വാസികളും പലപ്പോഴും അങ്ങനെ ധരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ട്, എൻ്റെ എന്തോ കുറവുകളാണിത് കിട്ടാത്തത്. അങ്ങനെ നമ്മളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് വാക്കുകൾ നമുക്കെല്ലാം അറിയാം. ഒന്ന് അവകാശം, ഒന്ന് പറഞ്ഞ അവകാശം. രണ്ട് കൂലി. പറഞ്ഞ കൂലി. കൂലി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തതിൻ്റെ പ്രതിഫലം. അവകാശം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനോ പിതാക്കന്മാരോ കഷ്ടപ്പെട്ടത് എനിക്ക് സൗജന്യമായി ലഭിക്കുന്നു. അവകാശം കിട്ടാൻ ഞാൻ ഒന്നും ചെയ്യണ്ട, അപ്പൻ്റെ മകനായിട്ട് ജനിച്ചാൽ മതി. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ ഒന്ന് പിടിച്ചിട്ട് പറയണം, അവകാശം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, അതങ്ങ് എടുത്ത് അനുഭവിച്ചാൽ മതി. ഒന്ന് പറഞ്ഞാട്ടെ, എടുത്ത് അനുഭവിച്ചാൽ മതി. അവകാശം എന്ത് ചെയ്താൽ മതി? എടുത്ത് അനുഭവിച്ചാൽ മതി.
എന്നാൽ കൂലി ചെന്നപാടെ എടുത്ത് അനുഭവിക്കാൻ നോക്കിയാൽ നമ്മളെ ഒരു സ്ഥലത്തൊരു വേലയ്ക്ക് പോയി ജോലിക്ക് പോയി ചെന്ന ഉടനെ കൂലി ഇനി എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കൊണ്ടെന്നിരിക്കും. കൂലി നീ കഷ്ടപ്പെട്ട് അവിടെ അധ്വാനിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം അവകാശമായിട്ടാണ് കിട്ടുന്നത്. ഒന്ന് പറഞ്ഞേ, അവകാശമായിട്ട്. നമ്മളൊരു വാക്യം വായിക്കാൻ പോവാണ്. 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ഇവിടെ എഴുതിയിരിക്കുകയാണ് അനുഗ്രഹം അനുഭവിക്കുക. ഉറക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിളി കേട്ട് വന്നവരോട് വചനം പറയാണ്, നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം അനുഭവിക്കാൻ. 1-2 പേരോട് പറഞ്ഞ് ശാപം അനുഭവിക്കാനല്ല വിളിച്ചത്. വിളിക്കപ്പെട്ടവരായിട്ടാണ് നമ്മൾ വന്നത്. ഒരു കല്യാണത്തിന് നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ ആ കല്യാണത്തിന് വിളിച്ചിട്ട് ആ വീട്ടുകാര് നല്ലതല്ലേ കൊടുക്കുക? ഇതുപോലെ മഹാരാജാവിന്റെ വിരുന്നിന് വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. അവിടെ അനുഗ്രഹം അനുഭവിപ്പാൻ നമ്മൾ വായിച്ചത് ഇംഗ്ലീഷിൽ ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിംഗ് എന്ന. അനുഗ്രഹം അവകാശമാക്കുവാൻ. അവർക്ക് പറഞ്ഞേ, ക്രിസ്തു മുഖേന കർത്താവിൽ വിശ്വസിക്കുന്നവർക്കൊന്നും കൂലിയായിട്ടല്ല ലഭിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്? അവകാശമായിട്ട്. അതുകൊണ്ടാണ് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകും. ഇനി നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, പിന്നെ അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നമുക്ക് നൽകിയത്. ആ വേദഭാഗങ്ങൾ കൂടെ നമ്മൾ വായിക്കാൻ പോവാണ്. റോമാലേഖനം 8-ാം അധ്യായം 15 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദാസ്യത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു ദാസൻ ഒരിക്കലും ധൈര്യത്തോടെ ഒരു തന്റെ യജമാനന്റെ അടുക്കൽ ചെന്ന് എനിക്ക് ഇന്നത് വേണമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പഴയ നിയമകാലത്ത് അവരെ കുറിച്ച് പറയുന്നത് ആ ഭക്തരായ മനുഷ്യർ അവർ ദൈവത്തിന്റെ ദാസന്മാരെന്നാ പറയുന്നത്. മോശ ദൈവഭവനത്തിൽ ദാസനായിരുന്നു എന്നാ പറയുന്നത് എബ്രായലേഖനം 3-ൽ. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരെ കുറിച്ച് യോഹന്നാൻ 1:12 നാം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ചേ. വിശ്വസിച്ച എല്ലാവരോടും വന്നത് നമ്മളാണ് ദൈവ മക്കൾ. ഓർക്കെ പറഞ്ഞേ, ആ ദൈവ മക്കൾക്ക് എഴുതിയ ലേഖനമാണ് റോമാലേഖനം. പക്ഷെ ദൈവമക്കൾ പലപ്പോഴും മക്കളായെങ്കിലും മനസ്സിൽ മക്കളെ പോലല്ല, ദാസന്മാരെ പോലെ അപ്പൻ്റെ അടുക്ക വരുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാളം ബൈബിൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആസ്ക് എന്നുള്ളതൊക്കെ യാചിക്കുക എന്നാണ് അന്നത്തെ ഭാഷയിൽ എഴുതിയത്. 1-2 പേരോട് പറഞ്ഞ യാചകരല്ല നമ്മൾ, യാചിക്കാനല്ല വാസ്തവത്തിൽ വചനം പറയുന്നത്. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ. ചോദിപ്പീൻ എന്നാൽ നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. യാചിപ്പീൻ നല്ല, പിന്നെ ചോദിപ്പീൻ. നമ്മൾ യാചകരല്ല, മക്കൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നവര്. ആ മക്കളുടെ മനസ്സോടെ ചോദിക്കണമെന്നാണ് ഈ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാസന്റെ മനസ്സോടെ അല്ല, പിന്നെ വീട്ടിലെ മക്കൾ ചോദിക്കുന്നത് പോലെ ഇന്ന് നമുക്ക് ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മക്കൾ തന്നെ ചോദിക്കേണ്ട ഒരു പ്രായമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ എടുത്തു കുടിക്കണം, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് പാല് കിട്ടാറാകുമ്പോൾ മലക്കടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങൾ കരച്ചിലോട് കരച്ചിലാണ്. പാല് വേണേന്ന് പറഞ്ഞ് കരയുകയാണ്, അല്ലേ? ആ കുഞ്ഞിന് മറ്റൊന്നും അറിയില്ല. അതിന് കരച്ചിൽ നിൽക്കണമെങ്കിൽ പാൽക്കുപ്പി അതിന്റെ നാവിൽ മുട്ടണം, അങ്ങനല്ലേ? എങ്കിലേ ആ കുഞ്ഞെന്ത് ചെയ്യത്തുള്ളൂ. നമ്മുടെയൊക്കെ അകത്തൊരു കരയുന്ന ആളിരിപ്പുണ്ട്, അതിനെ പുറത്താക്കണം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ അകത്തിരിക്കുന്ന കരച്ചിലുകാരനെ പുറത്താക്കണം. ഹല്ലേലൂയ. കരയേണ്ടിയ സ്ഥാനങ്ങളും കർത്താവ് പറഞ്ഞു ബി ഓഫ് ഗുഡ് ചിയർ. ആ തിരമാലകൾ വഞ്ചിയിൽ അവര് ആടി ഉലഞ്ഞ് ഇപ്പം ചാകുമേ എന്നുള്ള മട്ടിലിരിക്കുമ്പോൾ കർത്താവ് വെള്ളത്തിൻ മീതെ കടന്നു വന്നിട്ട് പറയാണ് സന്തോഷിപ്പീൻ, പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്.
മക്കളെ പോലെ ആകാൻ. 1-2 പേരോട് പറ, മക്കളെ പോലെ ആകുക. മക്കളായ പോരാ, മക്കളെ പോലെ ചിന്തിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞ്, മക്കളായ പോരാ, പിന്നെന്ത് ചെയ്യണം? അപ്പൊ നമ്മളുടെ ദൈവമക്കളുടെ പ്രശ്നം മക്കളല്ലെന്നുള്ളതല്ല, പിന്നെന്താ പ്രോബ്ലം? മക്കളെ പോലെ ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് റോമർ 8 ഈ 15 മുതൽ വായിക്കുന്നത്. മക്കളെ പോലെ ചിന്തിക്കുക, മക്കളെ പോലെ സംസാരിക്കുക. വായിച്ചാട്ടെ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. ദാസ്യത്തിന്റെ ചിന്താഗതിയല്ല, പിന്നെ ദാസ്യത്വത്തിന്റെ മനോഭാവമല്ല, ഒരു ദാസൻ ചിന്തിക്കുന്ന പോലെ ചിന്തയല്ല, പിന്നെ അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്ന മനസ്സാ തന്നിരിക്കുന്നു. എന്റെ പപ്പായെ എന്ന് വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പപ്പായെ എനിക്കിത് വേണം. അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ മക്കൾ സംസാരിക്കുക? ആണോ? അങ്ങനെയാണെന്ന് പറയുന്നവരെന്ന് കൈവീശി കാണിച്ചേ. അല്ലെ, മക്കൾ അപ്പനോടും അമ്മയോടും എനിക്കത് വേണം, അങ്ങനല്ലേ? ആ ഒരു അടുപ്പം നമുക്ക് പിതാവിനോട് വേണമെന്നാ കർത്താവ് പറയുന്നത്. മാറി നിന്ന് മഹാഭാവി പറയുന്ന പോലെ അല്ല പറയേണ്ടത്. പിന്നെന്ത് ചെയ്യണം? അബ്ബാ പിതാവേ എനിക്കിത് വേണം എന്ന് പറയണം. അപ്പം ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞാലേ അതിന് കിട്ടത്തുള്ളൂ. അല്പം കൂടെ പ്രായമാകുമ്പോൾ അത് ചോദിക്കാൻ തുടങ്ങും, അല്ലേ? ചോദിക്കുന്ന ഒരു സമയമുണ്ട്. കുറച്ചുകൂടെ പ്രായം കഴിയുമ്പോൾ അതിന് വേണ്ടിയത് അത് എടുത്തനുഭവിക്കും. അങ്ങനല്ലേ? അങ്ങനെയാണോ? അതെ, ഒരു 10 വയസ്സുള്ള കുഞ്ഞ് അല്ലെങ്കിൽ 5 വയസ്സുള്ളൊരു ഒരു മോൻ അല്ലെങ്കിൽ മോള്, അവൾ അമ്മയെ പാല് താന്ന് പറയണം. എന്നാൽ 20 വയസ്സുള്ളൊരു കുഞ്ഞ് പാലുതാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും. അമ്മ പറയും പോയി എടുത്തു കുടിക്കേണ്ടി എന്ന് പറയും. അങ്ങനെ ഈ വളർച്ചകളിലേക്ക് ദൈവമക്കൾ വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായി വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ ഓക്കെ, ചിലപ്പം കരഞ്ഞു പോയെന്നിരിക്കും, സാരമില്ല, കർത്താവ് തരും. എന്നാൽ അവിടെ നിന്ന് വളരണം. ചോദിപ്പീൻ. 1-2 പേരോട് പറഞ്ഞ്, യാചിപ്പീൻ നല്ല വചനം, പിന്നെ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നിട്ട് പറയാണ്, ഒരപ്പനോട് മക്കൾ മീൻ ചോദിച്ചാൽ അപ്പൻ പാമ്പിനെ പിടിച്ചു കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ആ മുട്ടയ്ക്ക് പകരം തേളെടുത്തു കൊടുക്കുമോ? അല്ല. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ലല്ലോ. ഒരപ്പനാ ഇവിടെ ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നത്. അപ്പനാ, ഡാഡിയാ. ഞാനോ ലോകാവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് ഒരു കോൺട്രാക്ടർ അല്ല. ഹലോ, ഒരു റേഷൻ കടക്കാരനല്ല. നിന്റെയും എന്റെ അപ്പനാ കൂടെ വരാമെന്ന് പറഞ്ഞ് സകലത്തെ സൃഷ്ടിച്ചവൻ, സകലവും നടത്താൻ കഴിവുള്ളവർ അപ്പൻ. ആ അപ്പൻ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം എന്റെ അപ്പനായി. ഓ, നമുക്കൊന്ന് വിളിച്ചു പറയാം, സർവശക്തനായ ദൈവം എന്റെ ഡാഡിയായി എന്നൊന്ന് പറഞ്ഞേ. ഒന്ന് വിളിച്ചു പറയുമോ? സർവശക്തനായ ദൈവം യേശു മുഖേന എന്റെ ഡാഡിയായി മാറി, എന്റെ പപ്പായായി മാറി. അതാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിച്ചാട്ടെ. റോമർ 8:15 വായിച്ച്, ഇനി 17 വായിച്ചേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. മക്കളെങ്കിലോ നാം ആരാണ്? അവകാശികളാ. അടുത്ത വാക്യം. ദൈവത്തിന്റെ അവകാശികളും. ദൈവത്തിന്റെ അവകാശി. ക്രിസ്തുവിന് എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ് റോമാലേഖനത്തില്, ദൈവത്തിന്റെ അവകാശി. ഇപ്പം ഒരു വലിയ ധനവാനായ വ്യക്തി അല്ലെങ്കിൽ ഒരു രാജാവ് നമ്മുടെ നാട്ടിലുണ്ടെന്നിരിക്കട്ടെ. അയാളുടെ മകൻ പോകുന്ന കാണുമ്പോൾ നാട്ടുകാർ വന്നേ, ആ പുള്ളിയുടെ സർവ്വസ്വത്തിന് അവകാശമായി പോകുന്ന കേട്ടോ, രാജാവിന്റെ അവകാശിയാ. അതുപോലെ നമ്മളെ കണ്ടോണ്ട് ദൂതന്മാര് പറയുന്ന ദൈവത്തിന്റെ അവകാശിയാ കേട്ടോ, ദൈവത്തിന്റെ അവകാശി, ദൈവത്തിന്റെ അവകാശി, ദൈവത്തിന്റെ അവകാശി, ദൈവത്തിന്റെ അവകാശി. ഇതിപ്പം പലപ്പോഴും ദൈവമക്കൾ ദൈവം തിരുവള്ളം അലിഞ്ഞ് വല്ലപ്പോഴും പൊഴിക്കുന്ന ഒരു നന്മ ഇങ്ങനെ ചാടിപ്പിടിക്കാനിരിക്കുന്ന പോലെ അല്ല നമ്മളിരിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കും നമ്മൾ അവകാശികളാണ്. ഇനി കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, അവകാശങ്ങൾ നേടിയെടുക്കണം, അതിലേക്ക് കാലെടുത്ത് വെച്ച് കയറണം. ഇന്ന് രോഗസൗഖ്യങ്ങൾ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു, വിടുതലുകൾ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു.
പ്രൈസ് ദി ലോർഡ്. ഈ രക്ഷ പോലും ഒരധികാരം, ഒരവകാശമാണ് വചനം പറയുന്നത് അല്ലെ? അവനെ കൈക്കൊണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം നൽകിയെന്ന. ഹലോ, ആ അധികാരം മാനവജാതിക്ക് മുഴുവൻ നൽകിയിരിക്കുക. ഇന്ന് ലോകത്തുള്ള 700-ൽ പരം കോടി ജനങ്ങൾക്കും ഒരധികാരം നൽകിയിട്ടുണ്ട്. യേശുവിൽ വിശ്വസിച്ച് ദൈവ പൈതലാകാനുള്ള അധികാരം. ഇനി തല കുനിച്ച് നടക്കുകയല്ല, ദൈവത്തിന്റെ മകനാ ഞാൻ, സർവശക്തനായ ദൈവത്തിന്റെ പൈതല ഞാൻ എന്ന് പറഞ്ഞ് നടക്കാനുള്ള അധികാരം നൽകപ്പെട്ടവരാ സകല മാനവജാതിയും. ആ അധികാരം ഉപയോഗിച്ചവരായി തന്നെ കേട്ടോണ്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാവർക്കും അധികാരമുണ്ട്, പക്ഷെ എല്ലാവരും ഉപയോഗിച്ചിട്ടില്ല. അധികാരം ഉപയോഗിച്ച് യേശുവിനെ വിശ്വസിച്ചവരാ എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരൊന്ന് കരം വീശി കാണിച്ചാതെ ഞാൻ ആ അധികാരം ഉപയോഗിച്ചു, ഞാനും ദൈവ പൈതല. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? എത്ര പേര് പറയും ഞാൻ ദൈവ പൈതല, എനിക്കും ആ അവകാശങ്ങളെല്ലാം ഉണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 1 പത്രോസ് 4:3 വരാം. അവിടെ നമ്മൾ വായിച്ച ഇങ്ങനെയാണ്: അനുഗ്രഹം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, അനുഗ്രഹം അനുഭവിക്കേണ്ടതെന്നുള്ളത് ഇംഗ്ലീഷിൽ ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിംഗ്, അനുഗ്രഹം അവകാശമാക്കേണ്ടതിന്. ഉറക്കെ പറഞ്ഞേ, അനുഗ്രഹം അവകാശമാക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെയും കൂടെ അനുഗ്രഹിക്കാമോ? നമുക്ക് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ വിചാരിക്കുന്ന പത്രോസ് എഴുതുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, മനസ്സിൽ കാണും, അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു, അബ്രഹാമേ നിന്നെ ഞാൻ വിളിക്കുക. എന്തിനാ വിളിക്കുന്നറിയാമോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കാനാ വിളിക്കുക. ഇന്ന് TV കണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞായിരിക്കാം ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഈ മീറ്റിങ്ങിൽ വന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ വിളിക്കപ്പെട്ടാ വന്നത്. നിങ്ങളോട് പറഞ്ഞ വ്യക്തി അല്ല നിങ്ങളെ എന്നെ വിളിച്ചത്. സർവശക്തനായ കർത്താവ് തൻ്റെ വലിയ വിരുന്നിലേക്ക് എന്നെ നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നു. കർത്താവിനൊരു പ്രത്യേകത ഉണ്ട്, വിളിച്ചിറക്കിയിട്ട് അത്താഴമില്ലെന്ന് പറയത്തില്ല. അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവിടെ കൊണ്ട് തീർന്നില്ല, നീ ഒരനുഗ്രഹമായിരിക്കും. അതാണ് അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം. ക്രിസ്തു മുഖേന അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട്. അബ്രഹാമിന്റെ വാസ്തവത്തിൽ അനുഗ്രഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെന്നുള്ളതാണ്. ഒരു പ്രവൃത്തിയും കൂടാതെ ദൈവം പറയുന്നത് കേട്ട് അങ്ങ് ഇറങ്ങി. അതാ അബ്രഹാമിന്റെ അനുഗ്രഹം. വിശ്വസിച്ചപ്പോൾ ദൈവം അവനെ നീതിമാനായി കണക്കിട്ടു. അതാണ് അബ്രഹാമിന്റെ അനുഗ്രഹം. പക്ഷേ ആ അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹത്തിൽ ഉള്ള അനുഗ്രഹങ്ങളാണ്: 1, ഞാൻ നിന്നെ അനുഗ്രഹിക്കും; 2, നീ ഒരനുഗ്രഹമായിരിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചോ അവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെ പിൻപറ്റി ഒരു ദൈവപൈതലിന് ദൈവം ഒരു നന്മ കൊടുത്തു, ഒരു വീട് കൊടുത്തു, അല്ലെ ആ ശുശ്രൂഷയിൽ ആ വ്യക്തിയെ നമ്മളെക്കാൾ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? കണ്ടോ, അവനങ്ങ് ഉയർന്നു പോകാന്ന് പറയുമ്പോൾ എനിക്കത് അനുഗ്രഹമല്ല. കർത്താവ് അനുഗ്രഹിച്ചോ ബ്രദറെ, കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നമ്മുടെ ഹൃദയം നന്നായാലേ അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറഞ്ഞ, അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിച്ചാൽ ഞാനും അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഒരു നല്ല വീട് നമുക്കിവിടെ ഒരു സഹോദരന് ചെങ്ങന്നൂർ നൽകി. അവിടെ വചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നു. ഈ മനോഹരമായ വീട് കാണുമ്പോൾ വീടില്ലാത്ത ആരിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ചേർന്ന് ഈ മകനെ അങ്ങ് അനുഗ്രഹിച്ചേക്കണം. നിങ്ങൾക്കും വീട് കർത്താവ് തരും. അതിന് പകരം ശപിക്കുകയും അസൂയപ്പെടുകയും അല്ല ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ആ വേദഭാഗത്ത് പറയുന്ന, അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ദോഷം ഇങ്ങോട്ട് ചെയ്തവർക്കും അങ്ങോട്ട് അനുഗ്രഹം കൊടുത്തേക്കണം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അങ്ങ് അനുഗ്രഹിച്ചേ. നിങ്ങളെ ഉപദ്രവിച്ചവരെ കൂടെ എന്ത് ചെയ്തേക്ക? അനുഗ്രഹിക്കപ്പെടട്ടെ ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ കൂടുതൽ നിറയപ്പെടും. ഇത് ലോകത്തിലെങ്ങും ഇല്ലാത്തൊരു സിസ്റ്റമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിസ്റ്റം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആരെങ്കിലും ഒതുക്കാമെന്ന് വെച്ചാൽ ഒതുങ്ങത്തില്ല, അതിനതിന് നമ്മളങ്ങ് ഉയർന്നു പോകും. നമ്മളെ ആരെങ്കിലും താഴ്ത്തി കെട്ടാമെന്ന് വെച്ചാൽ റബ്ബർ പന്ത് അടിക്കുന്ന പോലെയാണ് മുകളിലോട്ട് അത് പോകും. ഇതൊരു പ്രത്യേക അത്ഭുതകരമായ സിസ്റ്റമാണ് ക്രിസ്തുവിൽ നമുക്ക് വന്നിരിക്കുന്നത്. പരാജയമെന്ന് തോന്നുന്നത് പരാജയമായിരിക്കില്ല, വിജയമാക്കി കർത്താവ് മാറ്റും. എല്ലാം തീർന്നു വന്ന ലോകം പറഞ്ഞിടത്ത് എല്ലാം കർത്താവ് ആരംഭിക്കും. ഓ, അതാണ് ക്രിസ്തുവിന്റെ അത്ഭുത ശക്തി. നമ്മുടെ ഈ നല്ല കർത്താവിനെ കരമൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ
യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞ് 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 കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. തോമസുട്ടറെ ഇതൊരു യേശു കർത്താവ് ചെയ്തൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സഹോദരിക്ക് 10 വർഷമായിട്ട് കൊച്ചിനെ പ്രസവിച്ചതോടുകൂടി യൂട്രസ് തള്ളി വരുക. ഈ മൂത്രം ഒഴിക്കുമ്പോഴും ഒക്കെ ഭാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ അത് നമുക്ക് അറിയാമോ? ഇങ്ങനെ അറിയാം, പുറത്തിറങ്ങി വരും. ആ, ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായേ? പ്രാർത്ഥിച്ചപ്പോ എനിക്ക് ആ ഒരു ഭാരം തോന്നുന്നില്ല. ഇപ്പൊ ഭാരമില്ല, ഇല്ല, തോന്നുന്നില്ല. മറ്റേ നിൽക്കുമ്പോഴൊക്കെ അറിയാം. ഒരു ഇച്ചിരി നേരം നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ. നിൽക്കുമ്പോഴത്തേക്ക് തോന്നുന്നു അങ്ങ് താന്ന് വരുവാന്നങ്ങ് തോന്നുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഇപ്പൊ ആ ഭാരം തോന്നുന്നില്ല, മാറി. ഈ പ്രാർത്ഥിച്ചപ്പം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? എന്റെ തലയൊക്കെ ഇരുന്ന് പൊങ്ങുന്ന പോലെ തോന്നുന്നു. ആ, പറഞ്ഞു പറയാൻ പറ്റുന്നില്ല. വലിയൊരു ഈ ഒരു കാരണം കൊണ്ട് എന്റെ ചേട്ടൻ പോലും എനിക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇരിക്കാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ഫ്രീ ആയോ? ഇപ്പൊ എനിക്ക് നല്ല ഒരു ഒരു നല്ലൊരു ഇത് തോന്നുന്നു. ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് സുഖമാ, കുഴപ്പമില്ല. വെബ്സൈറ്റിലൊക്കെ പോയപ്പോൾ അവർ പറയുന്നത് അസുഖം എടുത്തു കളയാൻ പറ്റത്തില്ല, ഇതിങ്ങനെ വെച്ചേക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല സുഖം തോന്നുന്നു, നല്ല സുഖം തോന്നുന്നു. കാരം അടിച്ച നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സൗഖ്യമാക്കും കരങ്ങൾ എന്നരികിൽ ഞാൻ കാണുന്നു. ഈ സഹോദരന് ഫിക്സിൻ്റെ അസുഖമായിരുന്നു, നാളുകളായിട്ടുണ്ടായിരുന്നു. താൻ ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഒരു ബ്രദർ തൻ്റെ പുറത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ദേഹത്തിൽ നിന്നെന്തോ ഊർന്നിറങ്ങി പോകുന്നത് പോലെ തോന്നി. ഇപ്പം തൻ്റെ അകത്തിരുന്ന് ആരോ പറയുക സൗഖ്യമായി, വേഗം നിന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ബ്രദർ വന്നിരിക്കുന്നു. എനിക്ക് 6-7 വർഷമായിട്ട് ജന്നിയുടെ അസുഖമായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥനയ്ക്ക് സ്വർഗീയവരിന്ന് വരുമായിരുന്നു. അപ്പം എല്ലാവർക്കും സൗഖ്യം കിട്ടുമ്പോൾ ഞാൻ പറയും, ദൈവമേ എനിക്ക് മാത്രം എന്താ സൗഖ്യം കിട്ടാത്തതെന്ന്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഒരു ബ്രദർ എൻ്റെ ദേഹത്ത് കൈവച്ചപ്പോൾ എന്തോ ചൂട് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ. അപ്പം എന്നോട് ആരാണ്ട് ഉള്ളിൽ നിന്ന് പറയും, മോനെ ഫിക്സ് മാറി എന്ന് പറയുവാണ്. ഞാൻ ശരീരത്തിൽ എന്തോ ഇങ്ങനെ ഊർന്നിറങ്ങുന്ന പോലെ ഒരു പിന്നെ ചൂട് പോലെ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആരാണ്ട് പറയാം ജന്നി മാറി എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലിരുന്ന്. ഹല്ലേലൂയ ജീസസ്. സൗഖ്യമാക്കും കരങ്ങൾ എന്നരികിൽ ഞാൻ കാണുന്നു. യേശുവിൻ്റെ കരങ്ങൾ എന്നരികിൽ ഞാൻ കാണുന്നു. 16 വർഷമായ നടുവേദനയായിരുന്നു, വയറുവേദനയായിരുന്നു. സഹോദരിക്ക് ഇന്ന് പൂർണ്ണ സൗഖ്യം കിട്ടി, വേദന മാറി. 16 വർഷം കൊണ്ട് ഞാൻ സഭയെ വരുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ നടുവിൻ്റെ വേദന മാറണേന്ന്. വേദന സഹിക്കാതെ വന്നപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കാൻ ചെയ്യണം, നടുവിന് എന്തോ തകരാറാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നാടി നെല്ലിട്ടുണ്ട്, നടുവിന് കുത്ത അതേപോലുള്ള കുഴിയാണ്, തെന്നി മാറിയിരിക്കുവാന്ന് പറഞ്ഞു. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന ഇടാണ്ട് 1 മാസം കൊണ്ട്. ഞാൻ വേറൊരു സൗരുടെ തല കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കാലേ കൂടെ എന്തോ എഴിഞ്ഞ് വന്ന് എൻ്റെ വയറിൻ്റെ അകത്ത് നടുവിനും കൂടെ വന്ന് ഒരടി പോലെ സംഭവിച്ചു. ഇത് പൂർണ്ണമായിട്ട് മാറി. നടുവേദന ഇല്ല. കരമടിച്ച നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാക്ക് പറഞ്ഞ യേശു ഇന്ന് നമ്മുടെ ഇടയിൽ നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. നമുക്കൊരു നിമിഷം ആ കണ്ണുകളെ അടച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുക. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ തൊട്ടരികിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രോഗികളായിട്ട് അനവധി പേർ എന്നെ കേൾക്കുന്നല്ലോ കർത്താവെ. കണ്ണുകളുടെ കാഴ്ച തകരാറ് മൂലം പ്രയാസം അനുഭവിക്കുന്ന, തിമിര മൂലം കാഴ്ച മങ്ങിയ ആ അവസ്ഥയിലുള്ള ചിലരെന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ മേൽ സൗഖ്യം വരട്ടെ. ആ കണ്ണുകൾ തുറന്നു വരട്ടെ, ചെവികൾ തുറന്നു വരട്ടെ. ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുക. ഗർഭപാത്രത്തിന് അകത്തല്ല, ഗർഭപാത്രത്തിന് പുറമേ മുഴയായിട്ട് ഭാരപ്പെടുന്ന ഒരു സഹോദരി എന്നെ കേൾക്കുന്നുണ്ട്.
യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ സഹോദരിക്ക് സൗഖ്യം വരട്ടെ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കാൽമുട്ടുകളിൽ നീരും വേദനയുമായി ഭാരത്തോടെ ആയിരിക്കും നടക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സ്റ്റെപ്പുകൾ കയറുവാനും ഇറങ്ങുവാനും പ്രയാസം അനുഭവിക്കുന്ന ആ വ്യക്തികളെ ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുക. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. സാമ്പത്തിക സമൃദ്ധിയുടെ വാതിലുകൾ കർത്താവെ ഈ വർഷം അവിടുന്ന് തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. അത്ഭുത സാക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. സകലതും എൻ്റെ യേശുവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടേണ്ടതിനായി തന്നെ. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ആ കണ്ണുകൾ തുറന്നു കഴിഞ്ഞു. ആ കാൽമുട്ടിന്മേലുള്ള നീര് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഇപ്പോൾ താഴെ കാണുന്ന ആ ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് ലഭിച്ച ഈ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുമല്ലോ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് കേട്ട സന്ദേശത്തിൻ്റെ തുടർ ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം. അത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കാണും വരെ കർത്താവ് നിങ്ങളെല്ലാവരെയും തന്നെ കൃപയിൽ സൂക്ഷിക്കട്ടെ. നിങ്ങളേവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ബൈബിൾ പഠനവും വിടുതൽ ശുശ്രൂഷയും TV പ്രേക്ഷക സംഗമവും തിരുവനന്തപുരത്ത് ജനുവരി 16-17 വെള്ളി ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, ജവഹർ ബാലഭവന് എതിർവശം, വെള്ളയമ്പലം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് പാപ്പനംകോട്ട് സത്യൻ നഗർ കൺവെൻഷൻ, സത്യൻ നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം. ജനുവരി 15 മുതൽ 18 വരെ. അടുത്ത വ്യാഴം, വെള്ളി, ശനി, ഞായർ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മുതൽ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നു.